السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. صدق الله مولانا العلي العظيم. ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ OP അഷ്റഫ് അവർകൾ, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ബഷീർ ഫൈദി ദേശമംഗലം, എനിക്ക് ആശംസകൾ അർപ്പിക്കുന്ന സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിൻ്റെ മാനേജർ മോയിൻകുട്ടി മാസ്റ്റർ, ബഹുമാനപ്പെട്ട KP കോയ സാഹിബ്, ഇവിടുത്തെ ഖത്തീബ് ബാഖവി ഉസ്താദ്, മുദരീസ് ഉസ്താദ് അടക്കമുള്ള വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും നേതാക്കന്മാരാവുന്ന പണ്ഡിതന്മാർ, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഈ മഹല്ല് ജമാഅത്തിൻ്റെ സാരഥികൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ ബഹുമാനമുള്ള മോമിനികൾ, മോമിനാത്തുകൾ, ബഹുമാനമുള്ളവരെ, വളരെ അധികം പുണ്യമായ ഒരു സദസ്സിലാണ് നമ്മളിവിടെ സംബന്ധിച്ചിട്ടുള്ളത്. ഒരു ദീനിയായ സംരംഭത്തിന് തുടക്കം കുറിച്ച് അതിന് വർഷം തികയുമ്പോൾ അതിനെ ഒന്നും കൂടി ഓർമ്മിക്കുക, അതിനെ സ്മരിക്കപ്പെടുക എന്നത് ശരീഅത്ത് വളരെയധികം താല്പര്യപ്പെട്ട് നമ്മളോട് കൽപ്പിച്ച ഒരു സംഗതിയാണ്. വിശുദ്ധമാവുന്ന വഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടു. ആ വഹി അവതരിപ്പിക്കപ്പെട്ട് വർഷം തികയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും ഒരുമിച്ച് കൂടിക്കൊണ്ട് വിശുദ്ധ ഖുർആനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓതി കേൾപ്പിക്കുകയും അതിനോട് ബന്ധപ്പെട്ട മറ്റുള്ള മസായിലുകൾ, അതിനോട് ബന്ധപ്പെട്ട അഹദീസുകൾ, ഇതൊക്കെ പറഞ്ഞ് ആവർത്തിച്ച് പറയുകയും ചെയ്യണ ഒരു പതിവുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, വിശുദ്ധമാവുന്ന ഈ ദീനിനോട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേക ശരീഅത്താണ്, മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാർക്കുള്ളതല്ലാത്ത ആ സ്വഭാവത്തിലുള്ള ശരീഅത്തല്ല റസൂലുള്ളാഹിക്ക് അവതരിപ്പിച്ചത്. അപ്പോൾ തമ്മത്ത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദ്ല, വളരെ പൂർണ്ണമായ ശരീഅത്ത്, വളരെ സത്യമായ ശരീഅത്ത്, വളരെ നീതിയുള്ള ശരീഅത്ത്. അപ്പം നീതിയും സത്യവും പൂർണ്ണതയൊക്കെ ഉള്ളൊരു ശരീഅത്താണ് എന്ന് പറഞ്ഞാൽ, ഇനി എല്ലാ കാലഘട്ടത്തിലും അത് കാലികമായ ഓരോ കാലഘട്ടങ്ങൾ ഇവിടെ കഴിഞ്ഞ് നടക്കുമ്പോഴും അതിനെ പരിവർത്തനപ്പെടുത്തപ്പെടലിനിക്ക് യാതൊരു നിലക്കുള്ള ആവശ്യമില്ലാത്ത നിലക്ക് ഈ ശരീഅത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ, അത് അവതരിപ്പിക്കപ്പെട്ട് ഒരു വർഷം കഴിയുമ്പോഴൊക്കെ അതിനെ ഒന്നും കൂടി ആവർത്തിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ആഹ്ലാദം അല്ലെങ്കിൽ സന്തോഷം ഒക്കെ പങ്കിടുന്ന സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ടായിരുന്നു. എന്നതുപോലെ ശരീഅത്ത് പഠിപ്പിക്കപ്പെടുന്ന, വിശുദ്ധമാവുന്ന വഹി പഠിപ്പിക്കപ്പെടുന്ന കേന്ദ്രങ്ങളാണ് നമ്മുടെ മദ്രസകളൊക്കെ. അപ്പോൾ ആ മദ്രസകൾ സ്ഥാപിക്കപ്പെട്ട് ഓരോ വർഷം കഴിയുമ്പോഴും അതിനെ പ്രത്യേകമായും കൊണ്ട് കണക്കിലെടുത്ത് അതിന് ഇതുപോലുള്ളൊരു വാർഷികം സംഘടിപ്പിക്കുക എന്നുള്ളത്, അത് വിശുദ്ധമാവുന്ന ദീൻ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതൊരു നല്ല കാര്യം കൂടിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ നടക്കുമ്പോൾ നമ്മളൊക്കെ വാർഷികത്തിനെ പരിഗണിക്കുന്നതിനേക്കാൾ ഉപരി
വാർഷികത്തിനെ പരിഗണിച്ചു കൊണ്ടിട്ട് ഈ സദസ്സുകളിൽ വിശുദ്ധാത്മാക്കൾ പങ്കെടുക്കും. വിശുദ്ധാത്മാക്കൾ ഇവിടെ പങ്കെടുക്കുമ്പോൾ അത് ഈ ലോകത്തുള്ള എല്ലാ വിശുദ്ധാത്മാക്കളുമാണ് പങ്കെടുക്കുന്നത്. അവർ ഇവിടെ പങ്കെടുക്കുന്നത് പോലെ തന്നെ ഇതേപോലെ ആയിരക്കണക്കിന് സദസ്സുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തും ഈ സമയത്ത് നടക്കുന്നുണ്ടാവും. അവിടെയൊക്കെ ഇവർ പങ്കെടുക്കും. ഇവിടെ പങ്കെടുത്തവർ അവിടെ ഉണ്ടാവും, അവിടെ ഉണ്ടാവും, അവിടെ ഉണ്ടാവും. അപ്പോൾ 10,000 അല്ല കോടിക്കണക്കിന് സ്ഥലങ്ങളിൽ ഇതുപോലുള്ള സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ അത് വിശുദ്ധാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ രീതി അതാണ്, ആത്മാവിൻ്റെ സ്വഭാവം അതാണ്. ആത്മാവ് അത് വിശുദ്ധാത്മാവാവട്ടെ അല്ലാത്ത ആത്മാവാവട്ടെ, ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് ശരീരവുമായി കൊണ്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടാൽ അതൊരു പ്രത്യേക ഒരു അവസ്ഥയായി. അതോടുകൂടെ ആത്മാക്കളെ വിശുദ്ധമാക്കി തീർത്താൽ അത് മുഖദ്ദസ്താവുന്ന മുത്തഹറത്താവുന്ന ആത്മാക്കളാക്കി തീർത്താൽ ആ ആത്മാക്കൾക്കുള്ള പവർ ഒന്നും കൂടി കൂടും. അതാണ് ഇവിടെ ഈ സദസ്സിൽ പങ്കെടുക്കുന്നത് പോലെ തന്നെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഇതുപോലുള്ള കോടിക്കണക്കിന് സദസ്സുകൾ സംഘടിപ്പിക്കപ്പെട്ടാൽ ഇവിടെ പങ്കെടുത്ത അതേ സമയത്ത് തന്നെ അവരെല്ലാ സ്ഥലങ്ങളിലും അവർക്ക് പങ്കെടുക്കാൻ. ഇത് ആത്മാവിൻ്റെ ഒരു പ്രത്യേകതയാണത്. ആ ആത്മാവിനെ വിശുദ്ധമാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പവർ ഒന്നുകൂടി കൂടുമെന്ന് ഞാൻ പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ വിശുദ്ധാത്മാക്കളൊക്കെ പങ്കെടുക്കുന്ന ഒരു സദസ്സാവുമ്പോൾ ഇതുപോലുള്ള സദസ്സുകളിൽ നിന്ന് നമുക്ക് ലഭിക്കപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, വിശുദ്ധാത്മാക്കളാവുന്ന പൂർണ്ണമായ ആത്മാക്കളോടുകൂടെ അപൂർണമായ നമ്മളുടെ ആത്മാക്കളും കൂടി സംഗമിച്ചു കഴിഞ്ഞാൽ ആ പൂർണ്ണമായ ആത്മാക്കളിൽ നിന്നിട്ട് പ്രത്യേകമാവുന്ന ഒരു ഉത്തേജനം, ഒരു ആത്മീയമാവുന്ന ഒരു ഉയർച്ച, അല്ലെങ്കിൽ ആത്മീയമാവുന്ന ഉയർച്ചയ്ക്ക് ആവശ്യമാവുന്ന ഒരു ഉത്തേജനം അവരിൽ നിന്ന് ലഭിക്കപ്പെടും. അവൻ നാഖിസത്താവുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്കുള്ള ആത്മാക്കൾ, ആ ആത്മാക്കൾ അപൂർണമായ ആത്മാക്കളാണ്. ഈ നാഖിസത്താവുന്ന ആത്മാക്കൾക്ക് പൂർണ്ണമായ ആത്മാക്കളോട് കൂടുമ്പോഴുണ്ടായിത്തീരുന്ന പ്രത്യേക ഒരു നിർവൃത്തി, പ്രത്യേകമാവുന്ന ഒരു ആത്മീയ ഉയർച്ച, ഇതൊക്കെയാണ് ഇതുപോലുള്ള മജ്‌ലിസുകളിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വിശുദ്ധാത്മാക്കളൊക്കെ പങ്കെടുത്ത് ഈ സദസ്സ് വളരെ പുണ്യമായ ഒരു സദസ്സാണ്. പിന്നെ നമ്മൾ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ നമുക്ക് കഴിയില്ല. കാരണം മഹാനാവുന്ന ഖാദി അബൂബക്കർ അറബി തങ്ങൾ പറഞ്ഞതുപോലെ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക എന്ന ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം മാലിക് തങ്ങളുടെ മദ്ഹബിലുള്ള പ്രധാനപ്പെട്ട ഒരു വലിയ പണ്ഡിതനാണ് ഖാദി അബൂബക്കർ അറബി തങ്ങൾ. അവർ പല കിതാബുകൾക്കും വ്യാഖ്യാനങ്ങൾ എഴുതിയ വലിയ മഹാനാണ്. അദ്ദേഹത്തിലേക്ക് വലിയൊരു തഫ്സീറിൻ്റെ ഗ്രന്ഥമുണ്ട്. ആ തഫ്സീറിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരു മനുഷ്യൻ അവൻ്റെ ഹൃദയത്തിനെ വിശുദ്ധമാക്കി, ഹൃദയത്തിൽ പിന്നെ കടന്നുകൂടാൻ പറ്റാത്ത മോശമായ സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവങ്ങളെ ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കുമ്പോഴേ വിശുദ്ധമായ ഈമാൻ അവിടെ വളരുള്ളൂ. അപ്പോൾ മോശമായ സ്വഭാവങ്ങൾ ഒഴിവാക്കി ഈമാൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാവുന്ന ഏതെല്ലാം നന്മകളുണ്ടോ, നല്ല സ്വഭാവങ്ങളുണ്ടോ, ആ സ്വഭാവങ്ങളൊക്കെ അവൻ്റെ ഹൃദയത്തിൽ അവൻ പ്രതീക്ഷിക്കുകയും ചെയ്ത് അവൻ്റെ വിശുദ്ധമായ അവനുള്ള ഈമാൻ, അൽ ഈമാനു യസീദു വ യൻഖുസു എന്നാണ് മുഹഖിഖീങ്ങളാവുന്ന അയിമ്മത്തിൻ്റെ അഭിപ്രായം. ഈമാൻ വളരോ ഇല്ലയെന്ന്, അത് വളരോ ഇല്ല എന്നുള്ളത് പണ്ഡിതന്മാരുടെ ഇടയിലുള്ള ഒരു ചർച്ചയാണ്. മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങളൊക്കെ ആ ഈമാൻ വളരുമെന്നുള്ള അഭിപ്രായക്കാരനാണ്. അതുകൊണ്ടാണ് മൂപ്പര് കിതാബുൽ ഈമാനിൽ മൂപ്പര് കൊണ്ടുവന്ന ആ ആയത്തുകളും ഹദീസുകളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പം അതെന്തോ ആവട്ടെ, അത് ചർച്ചയാണ്. ഈമാൻ വളരും, അത് ചുരുങ്ങുകയും ചെയ്യും. അത് എങ്ങനെയാണത് വളരുക, എങ്ങനെ ചുരുങ്ങുക, അത് വേറൊരു സംഗതി. ഞാനിപ്പോൾ അതിലേക്കൊന്നും കടക്കില്ല. അപ്പോൾ ഈമാൻ വളർന്ന് ഈമാനിനെ വളർത്തി ആ ഈമാൻ
ഒരു പ്രത്യേക ടെക്നോളജി ആയിക്കൊണ്ട് അതിനെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഒരു മനുഷ്യനിക്ക് കഴിഞ്ഞാൽ അപ്പോൾ അവൻ യഥാർത്ഥത്തിൽ അവൻ കാണുന്നത്, അവൻ കേൾക്കുന്നതൊക്കെ അവൻ്റെ ഈ കാണപ്പെടുന്ന കണ്ണുകൊണ്ടോ ഈ കാതുകൊണ്ടൊന്നും ആവില്ല. ഇപ്പോൾ റസൂലുള്ള വഹീനെ സ്വീകരിച്ചതുപോലെ റസൂലുള്ള വഹീനെ കേട്ടത് റസൂലുള്ളാഹിൻ്റെ ഈ സാധാരണ ചുവട് കൊണ്ടല്ല. ആ ചുവട് യഥാർത്ഥത്തിൽ ആ ചെവി വഹീനെ സ്വീകരിക്കാൻ പറ്റിയതായ സ്വഭാവത്തിലുള്ളൊരു ചെവി തന്നെയായിരുന്നു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഹീനെ കേട്ടത് ആത്മാവ് കൊണ്ട്, ആ വഹീനെ സംഭരിച്ചു വെച്ചതും ആത്മാവ് കൊണ്ടാണ്. അപ്പം ആത്മാവിനെ എത്രമാത്രം വിശുദ്ധമാക്കാൻ കഴിയുമോ അന്നൽക്ക് ആ ആത്മാവിനെ പൂർണ്ണമായ വിശുദ്ധിയിലെത്തിച്ചവരാണ് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ. അതാണ് ഖാദി അബൂബക്കർ അറബി തങ്ങൾ പറഞ്ഞത്, ഒരു മനുഷ്യൻ അവൻ്റെ ആത്മാവിനെ അവൻ ശുദ്ധീകരിച്ച് ആ ആത്മാവിനെ അതിൻ്റെ പൂർണ്ണ അവസ്ഥയിലേക്ക് ഒരാൾക്ക് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവൻ്റെ സർവസ്വവും അവൻ അല്ലാഹുവിലേക്ക് അർപ്പിക്കുകയും ചെയ്താൽ അവൻ റഅൽ മലായികത്ത, അവന് മലായികത്തിനെ കാണാൻ കഴിയും. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹിയുമായി വഹി 2-3 സ്വഭാവത്തിലാണ് വഹീനെ സ്വീകരിക്കൽ. അതിൽ നിന്നുള്ള ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നുള്ള അവസ്ഥയിൽ നിന്ന് പാടെ മാറി മനുഷ്യൻ മലക്കിൻ്റെ അവസ്ഥയിലേക്ക് അങ്ങോട്ട് പോകണം. അതല്ലെങ്കിൽ മലക്ക് എന്ത് വേണം, മനുഷ്യൻ മലക്കിൻ്റെ അവസ്ഥയിൽ മാറി മനുഷ്യൻ്റെ അവസ്ഥയിലേക്ക് ഇങ്ങോട്ട് വരണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മലക്കിൻ്റെ അവസ്ഥയിൽ വന്നുകൊണ്ടിട്ട് മലക്കിൻ്റെ ആ രൂപത്തിൽ വന്ന് മലക്ക് വഹി അവതരിപ്പിക്കപ്പെടുന്ന ആ സമയത്ത് വഹിയിനെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർണ്ണമായും മനുഷ്യൻ എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറപ്പെട്ട് ഒരു മലക്കുകൾക്കുള്ള അവസ്ഥയിലേക്ക് അങ്ങോട്ട് മാറും. അപ്പോൾ ആ സമയത്ത് വഹീനെ റസൂൽ സ്വീകരിക്കുമ്പോൾ മലക്കിൻ്റെ ആ സ്വഭാവത്തിൽ വരുന്ന ആ രൂപത്തിൽ വന്നാൽ നബിക്ക് മാത്രമേ കാണാൻ കഴിയൂ, വേറെ ഒപ്പരിക്കണമെങ്കിൽ കാണാൻ കഴിയൂല. നേരെ മറിച്ച് മനുഷ്യൻ്റെ അവസ്ഥയിലേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ അപ്പം അതല്ലേ സഹാബത്ത് പറഞ്ഞല്ലോ, ഞങ്ങൾ അറിയാത്തൊരു മനുഷ്യൻ, യാത്രൻ്റെ അടയാളമൊന്നും കാണുന്നില്ല, വളരെ സുമുഖനായ ഒരാൾ റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്നു. അത് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആ ജിബ്രീൽ അത് മനുഷ്യൻ്റെ രൂപത്തിലാണ്, പല മനുഷ്യന്മാരുടെ രൂപത്തിൽ റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അത് അങ്ങനെ വരുമ്പോൾ പലർക്കും ആ മലക്കിനെ കാണാൻ കഴിയും. എന്നതുപോലെ ഇവിടെ മലക്കുകൾ മാത്രമല്ല, വിശുദ്ധമാവുന്ന അമ്പിയാക്കന്മാർക്കുള്ള ജിസാദുകളൊക്കെ ഇവിടെ അത് ആത്മാക്കളിൽ കൂടി ആത്മാക്കൾ ആ രൂപത്തിലല്ലാതെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടാൽ മലക്ക് മനുഷ്യൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അമ്പിയാക്കന്മാർ അവർ ജസദോട് കൂടി ഇവിടെ പ്രത്യക്ഷപ്പെട്ടു, നമുക്ക് കാണാൻ കഴിയും. നേരെ മറിച്ച് മലായിക്കത്ത് ഇവിടെ ഈ സദസ്സിൽ മലായിക്കത്തുണ്ട്, ഈ സദസ്സിൽ അല്ലാഹുവിൻ്റെ അമ്പിയാക്കന്മാരുണ്ട്, ഇവർക്കൊക്കെ ഉള്ള വിശുദ്ധമാവുന്ന ആത്മാക്കൾ ഇവിടെ ഉണ്ട്. പക്ഷേ നമുക്ക് കാണാൻ കഴിയണില്ല. എന്താ കാരണം? അതാണ് മഹാനാവുന്ന ഖാദി അബൂബക്കർ അറബി തങ്ങൾ പറഞ്ഞത്, ഒരു മനുഷ്യൻ അവൻ എന്ത് ചെയ്യുക, അവൻ പൂർണ്ണമായി അവൻ്റെ ആത്മാവിനെ ശുദ്ധീകരിച്ച് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് മോശമായ സ്വഭാവങ്ങളെ മുഴുവൻ ഒഴിവാക്കി ആ ഉയർച്ചയുടെ ഉന്നതിയുടെ സ്വഭാവങ്ങൾ ഏതെല്ലാം ഉണ്ടോ അതൊക്കെ ഹൃദയത്തിൽ പ്രതീക്ഷിച്ചു ഈമാനെ അവൻ വളർത്തിയെടുത്താൽ, അപ്പോൾ അതാണ് ഈമാൻ വളരുന്ന ഒന്നാണെന്ന് പറഞ്ഞല്ലോ ഞാൻ, ഈമാനെ വളർത്തിയെടുക്കുകയും ചെയ്താൽ ആ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ റഅൽ മലായിക്ക, അവന് മലായിക്കത്തിനെ കാണാൻ കഴിയും. വറഅൽ അമ്പിയാക്കന്മാരെ കാണാൻ കഴിയും. വയസ്മഉ കലാമഹും, അവരെ സംസാരം അവൻ കേൾക്കും. വയുകല്ലിമൂനഹു, അവനോട് സംസാരിക്കും. വയുകല്ലിമുഹും, അവരോടും സംസാരിക്കും. ഈ ഒരു അവസ്ഥ ഉണ്ടാക്കി തീർക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഇവിടെ ഒരുമിച്ച് കൂടിയ സർവ്വവിശുദ്ധാത്മാക്കളെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയ വിശുദ്ധാത്മാക്കളെ നമ്മൾ കാണുന്നില്ല. അപ്പോൾ നമ്മൾ കാണാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരെ കാണാൻ പറ്റിയ നിലക്കുള്ള അവസ്ഥയിലേക്ക് ഒന്നുകിൽ നമ്മൾ ആത്മാവിനെ ശുദ്ധീകരിച്ച് ആ ആത്മാവ് കൊണ്ട് കാണാൻ കഴിയണം.
അല്ലെങ്കിൽ ശുദ്ധീകരിക്കപ്പെട്ട ആത്മാവാണെങ്കിൽ തന്നെ ആ ആത്മാവിനെ വഹിക്കുന്ന ശരീരം, ആ ശരീരം ശുദ്ധീകരിക്കപ്പെടണം. ആ ശരീരം എങ്ങനെ ശുദ്ധീകരിക്കപ്പെടുക? ഈ കണ്ണുകൊണ്ട് ഹറാമായതോ കറാഹത്തായതോ ഖിലാഫുലോ ഒന്നും കാണാൻ പാടില്ല. നമ്മളെ കണ്ണൊക്കെ അങ്ങനത്തെ കണ്ണാണോ? നമ്മൾ ഹറാമ് കണ്ടിട്ടില്ലേ? കറാഹത്ത് കണ്ടിട്ടില്ലേ? ഖിലാഫുലൗലായ സംഗതികളെ നമ്മൾ കണ്ടിട്ടില്ലേ? ഈ ചെവി കൊണ്ട് ഹറാമിനെ കേൾക്കാൻ പാടില്ല, കറാഹത്തിനെ കേൾക്കാൻ പാടില്ല, ഖിലാഫുലൗലിനെ കേൾക്കാൻ പാടില്ല. അപ്പം നമ്മൾക്കുള്ള ഈ കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഒന്നും നമുക്ക് കാണാൻ കഴിയൂല. നമ്മൾ ആത്മാവ് കൊണ്ട് കാണാന്നുള്ളത് നമുക്ക് കഴിയൂല. അപ്പം നമുക്ക് വിശുദ്ധാത്മാക്കളെ കാണാൻ കഴിയാത്തതുകൊണ്ടല്ല. ഇപ്പം റസൂലുള്ള എല്ലാ അമ്പിയാക്കന്മാരെയും കണ്ടില്ലേ? കണ്ട അമ്പിയാക്കന്മാരുടെ രൂപത്തിനെ പറ്റി റസൂലുള്ള പറഞ്ഞില്ലേ? ആദ്യ നബിനെ കണ്ടു, ആദ്യ നബിൻ്റെ രൂപത്തിനെ പറ്റി പറഞ്ഞു. കഅന്നഹു നഖലത്തുൻ ദിവാൽ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു. അന അശ്ബഹു ഉൽദി ഇബ്രാഹിം. ഇബ്രാഹിമിൻ്റെ മക്കളിൽ നിന്ന് ഇബ്രാഹിമിനോട് ഏറ്റവും സാദൃശ്യമുള്ള ആൾ ഞാനായിരുന്നു. പല പ്രാവശ്യം മൂസ നബിനെ കണ്ടു. ആ മൂസ നബിനെ കണ്ട ഹജ്ജിൻ്റെ വേളയിൽ ഒരു സമയത്ത് കണ്ടതിനെ പറ്റി റസൂല പറഞ്ഞു, കാന്നി അംദുറു ഇലാ മൂസ ഈന യൻഹദിറു ഇലൽ വാദി. ആ മലൻ്റെ തായ്വരയിലേക്ക് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുന്നത് ഹജ്ജിൻ്റെ വേളയിൽ ഞാൻ കണ്ടു. അത് ഇപ്പോഴും ഞാൻ കാണുന്നത് പോലെ ഉണ്ട്. അങ്ങനെ എല്ലാ അമ്പിയാക്കന്മാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ കാണാൻ കഴിഞ്ഞത്? ഉറക്കത്ത് കണ്ടതല്ലല്ലോ, നേരക്ക് നേരെ കാണില്ലേ? അതാണ് മഹാനാവുന്ന ഖാദി അബൂബക്കർ അറബി തങ്ങൾ പറഞ്ഞ് അൽ മലായികത വറഅൽ അംബിയാ വയസ്മഉ. അവരെ സംസാരം കേൾക്കുക, അവർ ഇങ്ങോട്ട് സംസാരിക്കും, ഇവർ കണ്ട് സംസാരിക്കാനൊക്കെ കഴിയും. ഇപ്പം ഏതായാലും വിശുദ്ധാത്മാക്കളൊക്കെ ഒരുമിച്ച് കൂടിയ ഒരു വിശുദ്ധമായ ഒരു മജ്‌ലിസിലാണ് നമ്മളുള്ളത്. ഒന്ന്. രണ്ടാമത് ഇവിടെ അനുസ്മരിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട വി ഉമർ കോയ മുസ്ലിയാർ, അവർ ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ തന്നെ അവരായിട്ട് ബന്ധമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഞങ്ങളുടെ നാട്ടിലായിരുന്നു അദ്ദേഹം ആദ്യമായി മുദരിസായി വന്നത്. എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക ഒരു കാരണം കൂടിയുണ്ട്. അവരെ ഉസ്താദാവുന്ന കരുവന്തിരുത്തി ആലിക്കുട്ടി മുസ്ലിയാർ, അവർ എൻ്റെ വാപ്പൻ്റെയൊക്കെ വലിയ പരിചയക്കാരനായിരുന്നു. ഞങ്ങളെ കുണ്ടൂർ, നമ്മളെ വാപ്പിയൊക്കെ പ്രസിഡൻ്റായിരുന്ന, വല്യാപ്പിയൊക്കെ അവിടെ പ്രസിഡൻ്റായിരുന്നത്, അവിടെ മൂപ്പര് ദർസ് നടത്തിയിട്ട് ഈ ആലിക്കുട്ടി മുസ്ലിയാർ. അന്ന് ഉമ്മർ കോയ മുസ്ലിയാരും അവിടെ പൊതിയിരുന്നു. അപ്പോൾ ഒരു നോമ്പിന് ആലിക്കുട്ടി മുസ്ലിയാർ ഞങ്ങളെ വീട്ടിൽ വന്നപ്പോൾ വാപ്പാനോട് പറഞ്ഞു, എനിക്ക് തങ്ങളെ ഇനി പെരിങ്ങത്തൂർക്ക് പോകാൻ കഴിയൂല, അവിടെ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ തിന്ന് ഞാൻ എൻ്റെ ശരീരമാകെ കേട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ ഭാഗത്ത് എവിടെയും കൂടി, നമ്മളിവിടെ ഏതായാലും കൊഴുപ്പുള്ള ഭക്ഷണം അന്ന് കിട്ടൂല, അന്ന് ഉണക്കമീനോ അല്ലെങ്കിൽ പപ്പടം ചുട്ടതൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ എവിടെയും കൂടുക എന്ന് പറഞ്ഞു. അപ്പോൾ വാപ്പ പറഞ്ഞു, ഞങ്ങളെ ചെറുമുക്കിൽ അന്നൊരു മുദരിസിന് ആവശ്യമുണ്ട്, അവിടെയും വാപ്പേനാണ് പ്രസിഡന്റ്. വാപ്പ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ നിന്ന് വിളിയും. അങ്ങനെ മൂപ്പര് അവിടുത്തെ ദർശയിട്ടു ചെറുമുക്കിലെ. ഒരു 2-3 ദിവസം കഴിച്ച് 4 ദിവസം കഴിച്ചപ്പോൾ പെരിങ്ങത്തൂരുള്ള ആളുകൾ ഞങ്ങളുടെ വീട്ടിൽ വന്നു. എന്നെയും പെരിങ്ങത്തൂർ അടക്കമുള്ള പെരിങ്ങത്തൂർ കമ്മിറ്റിയുടെ നേതാക്കന്മാർ അവർ വന്ന് വാപ്പാനോട് പറഞ്ഞു, തങ്ങളെ ഉസ്താദിനെ ഞങ്ങൾ നിങ്ങൾക്ക് തരൂല, ഉസ്താദിനെ ഞങ്ങൾ പെരിങ്ങത്തൂരിൽ തന്നെ കൊണ്ടുപോകാൻ അവിടെ നിർത്തുക തന്നെ. അപ്പോൾ വാപ്പ ഉസ്താദുണ്ട്, ആലിക്കുട്ടി മുസ്ലിയാരുണ്ടോ. അപ്പോൾ വാപ്പ പറഞ്ഞു, ഉസ്താദിനെ ഞങ്ങളവിടെ കൊണ്ടുപോയി നിങ്ങൾ ഈ പൊരിച്ചതും കരിച്ചതും ഒക്കെ കൊടുത്ത് മൂപ്പര് ശരീരം കേട് നിൽക്കണമെന്നാണ് പറയുന്നത്, അതുകൊണ്ട് ഇനി മൂപ്പര് ഇവിടെ തൊട്ടേന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾ സമ്മതിക്കൂല, ഞങ്ങൾ അത് ഞങ്ങൾ അവിടെ തന്നെ മൂപ്പരെ മുദരിസായി നിർത്തുന്നതാണ്. അപ്പോൾ വാപ്പാനോട് പറഞ്ഞു, ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ വാപ്പ പറഞ്ഞ്, ഇവിടെ നിങ്ങൾ നിൽക്കണം എന്നില്ല, ഞങ്ങൾക്ക് ആരെങ്കിലും ഇവിടെ ഒരു മുദരിസ് ഉണ്ടായാൽ മതി, മുദരിസിന് നിങ്ങൾ തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മർ കോയ മുസ്ലിയാർ ആലിക്കുട്ടി മുസ്ലിയാരെ എടുത്ത് അവിടെ ഓതിന് മൂപ്പര് കുണ്ടൂര്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും പരിചയമുള്ളതാണ്, വാപ്പാക്കും നമ്മുടെ കുടുംബത്തിനൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഉമ്മർ കോയ മുസ്ലിയാർ ഇവിടെ മുദരിസാക്കാം, മൂപ്പര് ഈ കൊല്ലം വേലൂർ ബാക്കിയാത്ത സ്ഥലത്ത് വന്നതാണെന്നൊക്കെ പറഞ്ഞു. ഞാനന്നൊരു മദ്രസയിൽ ഒരു 4-ലോ 3-ലോ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അങ്ങനെയാണ് മൂപ്പരെ ഞങ്ങളുടെ നാട്ടിൽ മുദരിസാക്കി. ആലിക്കുട്ടി മുസ്ലിയാർ തന്നെ ആ ദർസ് തുടങ്ങി. അങ്ങനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആലിക്കുട്ടി ഉസ്താദ് അവിടെ വരും. പിന്നെ പെരിങ്ങത്തൂരിൽ നിന്ന് ഇവിടെ കരുവന്തിരുത്തി വരുമ്പോൾ മൂപ്പര ദർസിൽ വരും. ഉമ്മർ കോയ മുസ്ലിയാർ അവിടെ അന്ന് ദർസ് ഏറ്റു. അങ്ങനെ ഞാൻ മദ്രസ് 5-ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ സ്കൂൾ പോണ കാലഘട്ടത്തിൽ ആ ദർസിൽ നാട്ടുകാരൻ കുട്ടി എന്നുള്ള നിലയ്ക്ക് ഞാനും അവിടെ ആ ദർസിൽ ഒരു കൊല്ലമോ 2 കൊല്ലം അവിടെ പഠിച്ചിട്ടുണ്ട്. യശമാരിവിൻ്റെ അടിയിൽ സ്കൂൾ കഴിഞ്ഞ് വന്നതിന് ശേഷം. അപ്പോൾ ആ നിലക്ക് ഉമ്മർ കോയ മുസ്ലിയാറായിട്ട് നമ്മൾ അവരെ കുടുംബം
ഏറ്റവും അവരേറ്റൊക്കെ വളരെ ഞങ്ങളുടെ കുടുംബമായിട്ട് ഇതിൻ്റെ ചെറുപ്രായത്തിലുള്ള ബന്ധമാണ് അവരായിട്ടുള്ള. എൻ്റെ വാപ്പാനായിട്ടും എൻ്റെ കുടുംബങ്ങളായിട്ടൊക്കെ വലിയ ബന്ധങ്ങളായിരുന്നു. ആ ബന്ധം മൂപ്പര് മരിക്കുന്നത് വരെ നമ്മൾ കാത്ത് സൂക്ഷിച്ചിരുന്നു. നമ്മളെ ആ സ്നേഹം കൊണ്ട് എന്നെ എപ്പോഴും വിളിക്കൽ, എൻ്റെ മൂപ്പര് മുത്തുവെന്നാണ് എന്നെ വിളിക്കൽ. അത്ര സ്നേഹത്തിൽ എന്നെ അഭിസംബോധന ചെയ്തിരുന്നു ബഹുമാനപ്പെട്ടവർ. വളരെ ഒരു പണ്ഡിതനുണ്ടാവേണ്ട എല്ലാ സൽഗുണങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 48 വർഷം, എത്ര ഇവിടെ നിന്നു എന്ന് പറഞ്ഞല്ലോ, ഒരു നാട്ടിലൊരു ഉസ്താദ് 48 വർഷം നിൽക്കുക എന്ന് പറഞ്ഞാൽ അവർ ഭൗതികമായ ഒരു താല്പര്യം ഉമർ ഖാജ മുസ്ലിയാർക്കില്ലായിരുന്നു. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി അവർക്ക് ചെയ്യാനുള്ള എല്ലാ മാർഗങ്ങളും അള്ളാഹു എളുപ്പമാക്കി കൊടുത്തു. അവർ ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്ത ആളല്ല, അങ്ങനെയുള്ള ശമ്പളത്തിന് വേണ്ടിയല്ല. ഇപ്പം നമ്മളവിടെ 8 കൊല്ലം എന്ന് പറഞ്ഞു, 8 കൊല്ലമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പിന്നെ അന്ന് ഒരു ചെറിയ കുട്ടിയായതുകൊണ്ട് എനിക്ക് അത്രമാത്രം അതിനെപ്പറ്റി പറയാൻ കഴിയൂല. പിന്നെ 4 വർഷമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തോ ആവട്ടെ, അങ്ങനെ അവിടെ നിന്ന കാലഘട്ടത്തിലും മൂപ്പര് ജീവിതത്തിൽ എൻ്റെ വാപ്പയൊക്കെ പറയലുണ്ട്, ശമ്പളം എത്ര വേണമെന്നൊന്നും മൂപ്പര് പറഞ്ഞിട്ടില്ല, വർഷത്തിൽ ശമ്പളം കൂട്ടണമെന്ന് വരെ മൂപ്പര് പറഞ്ഞിട്ടില്ലായിരുന്നു. ഒരു ഭക്ഷണം കൊണ്ടുപോയി കൊടുത്താൽ ആ ഭക്ഷണം എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ പറയണം, അതും മൂപ്പര് പറയാറില്ല. അപ്പോൾ ഒരു യഥാർത്ഥ പണ്ഡിതനുണ്ടാവേണ്ട എല്ലാ ഗുണങ്ങളും ഒത്തൊരുമിച്ച വലിയൊരു മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ഉമർ ഖാജ മുസ്ലിയാർ. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ടവരെ നിങ്ങളൊക്കെ വലിയ ഉസ്താദ് എന്നുള്ള പേരിൽ ഈ നാട്ടിൽ അറിയപ്പെടുന്ന. ദീർഘകാലം മാവൂര് പാറമ്മൽ മൂപ്പര് മുദരിസായി നിന്നു. ഒരുപാട് വലിയ പണ്ഡിതന്മാരെ ഇവിടുന്ന് അദ്ദേഹം പഠിപ്പിച്ചു വിട്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പരലോക ജീവിതം സുഖസമ്പൂർണ്ണമാക്കി കൊടുക്കട്ടെ. വലിയ പണ്ഡിതനായിരുന്നു. ഇൽമിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ നിലക്കും പൂർണ്ണമായി അതിനെപ്പറ്റി അറിയണ, നല്ല നിലക്ക് ദർസ് നടത്താൻ കഴിയണ ഒരു വലിയ ആളായിരുന്നു ബഹുമാനപ്പെട്ടവർ. ഏതെങ്കിലും നിലക്കുള്ളതായ കിബിറോ എന്തെങ്കിലും ഒരു മോശമായ സ്വഭാവങ്ങളുണ്ടല്ലോ മനുഷ്യർക്കുണ്ടാവണേ, അങ്ങനത്തെ ഒരു സ്വഭാവങ്ങളും എപ്പോഴും താഴ്മയോട് കൂടിയാണ്. മൂപ്പരെ നടത്തം നോക്കിയാൽ താഴ്മയാണ്. മൂപ്പരെ മറ്റുള്ളവരോടുള്ള പിന്നെ സഹകരണം നോക്കിയാൽ അതും താഴ്മയിലായിരിക്കും. മൂപ്പര് എല്ലാ നിലക്കും ഒരു യഥാർത്ഥ പണ്ഡിതനിക്ക് എത്രമാത്രം ഇൽമ് അവനിൽ കൂടുന്നുണ്ടോ അതനുസരിച്ച് അവൻ താഴ്മയുടെ ഉടമയായിരിക്കും. ആ നിലക്ക് വളരെ താഴ്മയോടുകൂടി എല്ലാവരോടും സ്നേഹിക്കുകയും എല്ലാവരെയും ആദരിക്കുകയും ചെയ്ത വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ഉമർ ഖാജ മുസ്ലിയാർ. അതുകൊണ്ട് അവരെ ഹളറത്തിലേക്ക് ഒരു ഫാത്തിഹ എല്ലാവരും ഓതുക. ഇലാ ഹളറത്തിൽ പോയി ഉമർ ഖാജ മുസ്ലിയാർ അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അർഹമുർറാഹിമീനായ തമ്പുരാനെ, ഈ ഫാത്തിഹൻ്റെ തവാബ് ബഹുമാനപ്പെട്ട ഞങ്ങളെല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഞങ്ങളൊക്കെ ഉസ്താദാവുന്ന ഉമർ ഖാജ മുസ്ലിയാരുടെ ഹളറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മഗ്ഫിർ ലഹു അല്ലാഹുമ്മ അർഹംഹു اللهم اعف عنه اللهم اكرمه اللهم تقبل منه جميع حسناته اللهم تجاوز عن سيئاته اللهم نور قبره بنور القرآن اللهم البسه ثياب الجنة اللهم اجمعنا وإياه في جنات النعيم. അപ്പോൾ ബഹുമാനപ്പെട്ടവർ വലിയ മഹാനായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു. ഇന്നും ഞാൻ എൻ്റെ ഉമ്മാനോട് പറഞ്ഞു, ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് വരുള്ളൂ, ഉമർ ഖാജയുടെ അനുസ്മരണം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും അപ്പോൾ പറഞ്ഞു, അത് ഉമർ ഖാജയെന്ന് ചോദിച്ചു. കരുവന്തിരുത്തിക്കാരൻ ഉമർ ഖാജയല്ലേ? അത് നമ്മളെ സ്വന്തം ഒരാളാണല്ലോ. അപ്പോൾ അത് മൂപ്പര് എൻ്റെ എപ്പോഴും എന്നെ കാണുമ്പോഴൊക്കെ ചോദിക്കൽ ഉമ്മാൻ്റെ വർത്താനം ഉപ്പാൻ്റെ വർത്താനമൊക്കെയാണ് ചോദിക്കൽ. അപ്പം ഞങ്ങളെ കുടുംബമായിട്ട് അത്രയധികം ബന്ധമുണ്ടായിരുന്ന ഞങ്ങളെ നാട്ടിൽ ഒരു 4 വർഷമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ 8 വർഷം എന്ന് പറഞ്ഞത് എനിക്കറിയില്ല. ഏതായാലും ഞാൻ 4 വർഷമോ അല്ലെങ്കിൽ അതിലധികമോ ഞങ്ങളുടെ നാട്ടിൽ മുദരിസായിരുന്നു. ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ സ്കൂൾ വിട്ട് വന്നാൽ അന്ന് നാട്ടിലെ കുട്ടികൾ ദർസ് പോകുമല്ലോ, ആ നിലക്ക് ഞാനും അന്ന് മൂപ്പര് ദർസിൽ 1 വർഷമോ 2 വർഷമോ ഇഷാമാരിവിൻ്റെ അടിയിൽ സ്കൂൾ വിട്ട് വന്ന് ആ ദർസിൽ പഠിച്ചിട്ടുണ്ട്. എന്നോട് വലിയ സ്നേഹത്തിലും വലിയ ബഹുമാനത്തിലും
വലിയ സന്തോഷത്തിലൊക്കെ എപ്പോഴും പെരുമാറിയിരുന്ന വലിയൊരു ഇൽമിൻ്റെ ഉടമയാവുന്ന വലിയൊരു പണ്ഡിതനാണ് ഇർഫഉല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത് എന്നാണ്. അപ്പോൾ ശരിയായ വിശ്വാസം ഉണ്ടാവുക, അതോടുകൂടെ ഇൽമുണ്ടായിക്കഴിഞ്ഞാൽ ആ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തും. ആ ഉയർച്ചയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവരെ പരലോക ജീവിതം അല്ലാഹു സമ്പൂർണ്ണമാക്കി കൊടുക്കട്ടെ. അവർ ദീനി ചെയ്ത സർവ്വ ഖിദ്മത്തുകളെയും അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട ബഷീർ ഫൈളി അവർ നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, മൂപ്പരുടെ പ്രസംഗത്തിന് ശേഷം ഇവിടെ സംഭാവന ചെയ്ത എല്ലാവർക്കും വേണ്ടി മൂപ്പർ ദുആ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുആനെ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഇവിടെ സ്വർണ്ണങ്ങൾ സംഭാവന ചെയ്തവരുണ്ട്. അതല്ലാതെ എന്താണ് ഖദീജ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ കൊല്ലം കണ്ടി ഒരു ചിറ്റ് സംഭാവന ചെയ്തിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിപ്പോൾ ഉള്ളതല്ലേ, അവർക്ക് അല്ലാഹു ആഫിയത്ത് ദീർഘായുസ്സൊക്കെ നൽകട്ടെ. അസുഖങ്ങളൊക്കെ അല്ലാഹു സുഖമായി കൊടുക്കട്ടെ. അവർക്ക് നമുക്കൊക്കെ ഉള്ള ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. അവർ നമ്മളെയൊക്കെ സുഖത്തിൽ മഹാന്മാരോടുകൂടെ അല്ലാഹു ഒരുമിച്ച് കൂടിത്തരട്ടെ. എല്ലാവിധ ഷറുകളിൽ നിന്ന് അവർ നമ്മളെയൊക്കെ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. പിന്നെ മറ്റൊരു കാര്യം ഉണർത്താനുള്ളത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അതിനെപ്പറ്റി നിങ്ങൾക്കൊക്കെ അറിയാലോ, അതിൻ്റെ 100ാം വാർഷികം ഈ വരുന്ന 2026 ഫെബ്രുവരി ആദ്യവാരത്തിൽ കാസർഗോഡ് കുനിയിൽ വെച്ചും കൂടി നടത്തപ്പെടുകയാണ്. അപ്പോൾ അതൊരു വലിയ ചരിത്ര സംഭവമാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അത് ചരിത്ര സംഭവമാക്കുന്നതിൽ നമ്മളൊക്കെ സേവനങ്ങളുണ്ടാവണം. അപ്പോൾ ശാരീരികമായി, സാമ്പത്തികമായി ഒക്കെ, മാനസികമായി ഒക്കെ ആർക്കെല്ലാം എങ്ങനെയൊക്കെ അതുമായി സഹകരിക്കാൻ കഴിയുമോ അതുമായി എല്ലാവരും സഹകരിക്കണം. അത് യഥാർത്ഥത്തിൽ നമുക്ക് നാളെ ആഖിറത്തിൽ നമ്മളെ സ്വർഗത്തിലേക്ക് വഴി കാണിച്ചു തരുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ സംഘടനൻ്റെ ഈ സാന്നിധ്യമാണ് ഇന്നലേക്ക് ഈ ഒരുമിച്ച് കൂടലിനൊക്കെ നമ്മളെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിനു വേണ്ടി അത് എല്ലാവരും മനസ്സിൽ അതുണ്ടാവട്ടെ എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.